നമ്മളിഞ്ഞ് വണ്ടിയൊക്കെ വിറ്റ് കാളവണ്ടി ആക്കാനുള്ള പരിപാടി. വണ്ടി ഞങ്ങൾ നിർത്താനുള്ള പരിപാടിയാണ് എല്ലാരും കൂടി. റോഡ് വളരെ ശോചനീയാവസ്ഥയിലാണ്. എന്താ റോഡ് എങ്ങനെ വണ്ടി വശമൊക്കെ പോവുക? 22 കൊല്ലായി ഈ റോഡ് ഇങ്ങനെയാണ്. അപ്പൊ ഇനിയെങ്കിലും ഒന്ന് മാറ്റി കിട്ടുമെന്ന് വിചാരിക്കുന്നു. എടയൂർ പഞ്ചായത്തിന്റെ മാത്രം പ്രശ്നമാണ്. 5 കോടി റുപ്യ നമ്മൾ MLA ഫണ്ടിൽ നിന്ന് ഇതിൽ പാസ്സായിട്ടുണ്ട്. ഇതിന്റെ ഒക്കെ ഒരു ഓർമ്മ വെച്ചതിന് ശേഷം ഇവിടെ ടാറിങ് നടന്നിട്ടുണ്ട്. പിന്നെ ഒരു പാച്ച് വർക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. വോട്ട് ചോദിക്കാൻ വരുമ്പോ ആരാണോ നിൽക്കുന്നത് അവരോടൊക്കെ നമ്മൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ശരിയാക്കും എന്നോരും പറയുന്നുണ്ട്. വണ്ടി ഞങ്ങൾ നിർത്താനുള്ള പരിപാടിയാണ് എല്ലാരും കൂടി. ഇത് വണ്ടി സമയത്തിന് എത്തുന്നില്ല. എന്താ വെച്ചാല് ഈ ശാല ഞങ്ങൾക്ക് തിരൂര് പോവാനുള്ളതാണ്. ഇത് ഞങ്ങൾ കാണാൻ സ്റ്റാൻഡിക്ക് പോയി തന്നെ വർഷങ്ങളായിരിക്കുന്നു. പക്ഷെ ഇത് ഓടി എത്തുന്നില്ല. ഞങ്ങൾക്ക് 5:50 ആകുമ്പോഴേക്കും വെട്ടിച്ചിറെത്തണം. ഇപ്പൊ സമയം നോക്കുകയാണെങ്കിൽ നിങ്ങള് റോഡിന് ഓടി എത്തുന്നില്ല. പക്ഷെ നമ്മൾ ഇതേമാതിരി നിർത്തിയപ്പോ യാത്രക്കാര് നമ്മളെ പേരിൽ പരാതി കൊടുത്ത് റോഡിനെന്നാലും ഒരു പ്രശ്നമില്ലാത്ത മാതിരി ഞങ്ങൾ നിർത്താനുള്ള എല്ലാരും കൂടിയിട്ട് നിർത്താനുള്ള പരിപാടി. 5 കോടി അഭിജനങ്ങൾ MLA പദ്ധതിയിൽ പാസ്സായിട്ടുണ്ട്. അത് ടെൻഡർ ആയിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കി കൊടുത്തോളം. ബാക്കിയും കൂടി കിട്ടിയാൽ അത് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. അതിനുള്ള നടപടികൾ പെട്ടെന്ന് കിട്ടേണ്ടതാണ് നമുക്ക്. റോഡ് വളരെ ശോചനീയാവസ്ഥയിലാണ്. വളരെ പ്രയാസമാണ്. യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഒക്കെ വളരെ പ്രയാസകരമാണ്. എന്താ തന്നെ എത്ര കാലമായിട്ട് ഈ റോഡ് ഇങ്ങനെ കിടക്കൽ തുടങ്ങിയിട്ട് ബസ്സുകാരൊക്കെ ഓട്ടം നിർത്തുക പറയുന്നത്. എത്ര കാലായി ഇവരും പറയും ഞങ്ങള് നിർത്തുക പറയുന്നുണ്ട്. ഈ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? പൈസ പാസ്സായിക്കുന്നുണ്ട്, ഇതുവരെ ഒന്നും കിട്ടിയില്ല. പണി തുടങ്ങണില്ല. ഇനിയിപ്പൊ 2 മാസം കഴിഞ്ഞാൽ മഴക്കാലമായി. പിന്നെ ഇവർ എപ്പോഴാ റോഡ് പണി എടുക്കണത്? ഇവര് വോട്ടിന്റെ ആവശ്യത്തിന് മാത്രം കയറി വരുമല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, ഒരു മുണ്ടാട്ടവും ഇല്ല. വണ്ടി തിരൂർക്ക് പോകാനുള്ളതാ. നമ്മൾ ഈ ടൈമിന് സ്കൂട്ടുകളും വെല്ലു വെച്ചിട്ട് ഇതിനെ പോകാൻ കഴിയില്ല. അവിടെ എത്തുമ്പോൾ പിന്നെ നമ്മൾ വെട്ടിച്ചെറുക്ക പുത്താണിക്കൊക്കെ ആളെ ഒഴിവാക്കിയിട്ട് പോവാ. ഒന്നും ടൈമിനായിട്ട് എത്തൂല. പക്ഷെ ഇത് റോഡ് പറഞ്ഞാൽ ഭയങ്കര മോശം. നമുക്ക് ഈ ഇത്രയും ടൈമിൽ ഒരു അരമണിക്കൂർ കൊണ്ട് കാടാമ്പ എത്തിയിട്ട് പോകാനുള്ള തിരൂര് പോകാനുള്ള കാടാമ്പ സൈഡൊക്കെ ആണെങ്കിൽ ഒക്കെ മെല്ലെ പോയാൽ മതി. പക്ഷെ നമ്മൾ ടൈം ഒരുപാട് ഇടങ്ങറാണ്. പിന്നെ ഇവിടെ നിന്ന് കാടാമ്പ ബ്ലോക്ക്, അവിടുന്ന് എന്തായാലും തിരൂര് എത്തുമ്പോഴത്തേന് വെട്ടിച്ചറ പുത്തനത്താനൊക്കെ ആളെ ഒഴിവാക്കിയിട്ട് പോകണം നമ്മള്. അപ്പൊ നമ്മളെ ബാക്കിൽ വരുന്ന വണ്ടി, വളാഞ്ചിന്ന് വരുന്ന വണ്ടി കടന്നു പോകും. പിന്നെ ഇവിടുന്നൊക്കെ ആള് പിന്നെ നമ്മൾ ഇവരൊക്കെ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ഓടിപ്പോകും. ഒരു വണ്ടി എടുത്തിട്ട് ഇപ്പൊ ഒരു മാസം അടവടച്ചിട്ട് അവിടെ ഇതിന് പുതിയതിന് വണ്ടി മാറ്റിയിട്ട് മാസം കയ്യിന്ന് അടച്ചിട്ട് വണ്ടി വീട്ടിൽ കിടക്കുക. ഇതിന് വണ്ടി മാറ്റിട്ട് ഈ വണ്ടിന് ഓടാൻ വേണ്ടിട്ട് അതുപോലെ ഓടാൻ കഴിയാതെ പാടോ കിട്ടണം. എന്താ റോഡ് എങ്ങനെ വണ്ടി വശമൊക്കെ പോവുക? വണ്ടികളെങ്ങൾ ഞങ്ങൾ നടക്കാൻ പറ്റില്ല. ഞങ്ങൾ വീട് വരെയാണിത്. ഞങ്ങളത് വാടക പെരയിലാണെങ്കിൽ കയറാൻ പറ്റായിട്ട് ആകെ കുടുങ്ങിയിരിക്കാതെ എത്രോട്ട് എപ്പച്ചാകുമ്പോ പോന്നപ്പോഴും എത്തിയിട്ടുള്ളൂ. ഓട്ടോട്ടൊക്കെ വിളിച്ചാൽ പോയി. എങ്ങനെ ഇത് തടഞ്ഞിട്ട് വെച്ചേ മേപ്പട്ടും കീപ്പട്ടൊക്കെ ചാടുകയാണ്. അതന്നെ ഇവിടെ ഈ റോഡ് കൊണ്ട് എന്തോ ഒരു കാര്യമില്ല. ഞങ്ങൾ ഇവിടെ ഒരു ആംബുലൻസ് വിളിച്ചാൽ കിട്ടൂല, ഒരു വണ്ടി വിളിച്ചാൽ കിട്ടൂല. ഈ എടയൂർ പഞ്ചായത്തിന്റെ മാത്രം പ്രശ്നമാണ്. അത് അവര് ഈ ഒരു വണ്ടി ഇവിടുന്ന് 3-4 ബസ്സുണ്ട്. ബസ്സുകാരൊന്നും അവർക്ക് തോന്നുമ്പോൾ ഓടും. ഇവിടെ എത്ര 2-3-4 കിലോമീറ്ററോളം ഇവിടുന്ന് ഈ വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ നിന്നും കണ്ട് കാടാമ്പഴിക്ക് ഉള്ള ദൂരമുണ്ട്. അവിടുത്തെ ഈ ജനങ്ങൾക്ക് ഏത് സമയത്തും ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരു വണ്ടി വിളിച്ചാൽ കിട്ടൂല. കാശുകളില്ലാത്തവരൊക്കെ ആണെങ്കിൽ ആംബുലൻസ് വരെ വരാൻ കൂട്ടക്കുന്നില്ല. പിന്നെ എന്താ വണ്ടിയുടെ കാര്യം പറയാനുള്ളത്? ഈ റൂട്ടിലൂടെ യാത്ര വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ കുറെ വർഷങ്ങളായിട്ട് ഇതിനു വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഒന്നും ആയിട്ടില്ല. അപ്പോ പെട്ടെന്ന് റോഡ് ശരിയാക്കി തരണം അധികാരികള്. വളരെ പ്രശ്നത്തിലാണ് റോഡ്. ആരോപണം ഇപ്പോ ഈ ഇലക്ഷൻ സമയത്ത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് എല്ലാവർക്കും അറിയാം. ഇതുവരെ റോഡ് ഉണ്ടായിരുന്നല്ലോ. ഗ്രാമീണ റോഡിന് വേണ്ട പദ്ധതിയിൽ നിന്ന് ആദ്യം 50 ലക്ഷം റുപ്യ നമ്മുടെ MLA നേതൃത്വത്തിൽ റോഡിന് റീടാറിങ് ചെയ്യുന്നതിന് വേണ്ടി പാസ്സായിരുന്നു. അതിന് വേണ്ട മെറ്റീരിയലും സാമഗ്രികളൊക്കെ നമ്മൾ ഈ തൊട്ടടുത്ത പറമ്പിൽ തന്നെ ഇവിടെ കൊണ്ട് ഇറക്കിണ്ടായിരുന്നു. അത് ചില വ്യക്തികളും അവരുടെ രാഷ്ട്രീയ താല്പര്യം, ചില സാങ്കേതികതകൾ പറഞ്ഞുകൊണ്ട് ആ മെറ്റീരിയൽ ഇവിടെ നിന്ന് എടുത്തോണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. വീണ്ടും നമ്മളെ ഈ നാട്ടിലെ പ്രാദേശികപരമായിട്ടുള്ള പ്രവർത്തകരും മറ്റ് UDFന്റെ ഒക്കെ പ്രവർത്തകരെ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലും പൊതുവെ ജനങ്ങളൊരു രോക്ഷം ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ MLA ഈ റോഡിന് 5 കോടി റുപ്യ നമ്മളെ MLA ഫണ്ടിൽ നിന്ന് ഇതിൽ പാസ്സായിട്ടുണ്ട്. ആ പാസ്സായ ഫണ്ട് ഇപ്പോ ഈ കഴിഞ്ഞ മാസം 15-ാം തീയതിയാണ് തോന്നുന്നുണ്ട് ടെൻഡറായി. അപ്പൊ ഒരു വ്യക്തിയാണ് ടെൻഡർ എടുത്തുള്ളത്. ഒരു വ്യക്തി ഒരു ടെൻഡർ ഇട്ട് കഴിഞ്ഞാൽ അത് 2 ടെൻഡർ ഇല്ലെങ്കിൽ ആ വീണ്ടും റീടെൻഡറിലേക്ക് പോകും. എല്ലാവർക്കും നിയമവശങ്ങൾ അറിയുന്ന എല്ലാവർക്കും അറിയാം.
അത് വീണ്ടും റീടെൻഡർ ഈ മാസം അടുത്ത മാസം 5-ാം തീയതി ഉണ്ടെന്ന് അറിഞ്ഞു. അത് ഇനി അപ്പൊ ഒരു ടെൻഡർ ഉള്ളെങ്കിലും ആ വ്യക്തിക്ക് ആ ടെൻഡർ കിട്ടും. അപ്പൊ ഇപ്പൊ ഈ ഇലക്ഷന്റെ മൂട്ടിൽ വെച്ചിട്ട് ഈ നടക്കുന്നത് ഒക്കെ ഒരു രാഷ്ട്രീയ പ്രേരിതാണ്. അല്ലാതെ ഈ MLA അല്ലെങ്കിൽ UDF സംവിധാനത്തെ കരിവാരി തേക്കാൻ എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. യാത്ര ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. നല്ല റോഡ് വളരെ മോശമായി കിടക്കല്ലേ. ഞാൻ ഗുഡ്സ് ആയിട്ട് നടക്കുന്ന ആളാണ്. നമ്മള് ചാടിയിട്ട് ഒരു എല്ലാ ജോയിന്റുകളും വേദന തുടങ്ങിയല്ല. അത്രക്ക് ഇവിടെ അടുത്ത ചുറ്റുപാട്ടിലൊന്നും ഇല്ല അത്രയും ഒരു മോശപ്പെട്ട റോഡ്. മാറി മാറി വരുന്ന രാഷ്ട്രീയ പാർട്ടികളെ പിടിപ്പുകേടുകൾ പറയാം. പിന്നെ ഇവിടെ ഞങ്ങള് ഇത് മുഖ്യമന്ത്രി കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റിപ്പോർട്ടുകളൊക്കെ റോഡിനെ പറ്റിയുള്ള ശോചനീയാവസ്ഥ. പിന്നെ ഗ്രാമീണ മേഖലയിൽ ഇത് ജനസാന്ദ്രത ഉള്ള മേഖലയിൽ റോഡ് ഇതുവരും നേരാക്കാൻ പറ്റിയില്ല. ഇപ്പൊ തെരഞ്ഞെടുപ്പ് വന്നപ്പോ അവർ അവിടെ പാസ്സായി ഇവിടെ പാസ് ചെയ്യുന്ന 5 കോടി പാസ്സായി പാസ്സായി റോഡിന് പരിപാടി ചെയ്യില്ല. അപ്പൊ അങ്ങനെയൊക്കെ യാത്രാ സൗകര്യം വളരെ കുറവാണ്. വളാഞ്ചേരി പോണി ഞങ്ങൾ അക്കരയ്ക്ക് ഇറക്കണം, ഇതേ പോല വർഷക്കാലം വേനൽക്കാലം ഞങ്ങൾ നടക്കണം. ഞങ്ങൾ ബുദ്ധിമുട്ട്. പിന്നെ ഒരു പ്രസവ കേസ് രോഗികളായിട്ടൊക്കെ പോകാൻ പറ്റില്ല. ഞങ്ങളുടെ പ്രശ്നങ്ങൾ വണ്ടിയൊക്കെ വിറ്റ് കാളവണ്ടി ആക്കാനുള്ള പരിപാടിയാണ്. എന്നാ പിന്നെ റോഡിന്റെ പ്രശ്നമില്ലല്ലോ. അതെങ്ങനെയും ചാടി കടന്നു പോകുമല്ലോ. വണ്ടി ഇടയ്ക്കിടയ്ക്ക് ആക്സിഡന്റ് പൊട്ടി നിൽക്കലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപകടം തന്നെയാണ്. ഈ വലിയ വലിയ കുഴികളല്ല റോട്ടില്. അതാണ് വിഷയം. ആരോട് പറയണ, ആര് കേൾക്കണ്? അതന്നെ സംഭവം. ഒരുപാട് കാലമായിട്ട് റോഡിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഇവിടെ. ആ ഗ്രൂപ്പിൽ ഇങ്ങനെ ചർച്ചകൾ നടക്കണ. MLA പോയി കണ്ടു, മന്ത്രിമാരെ പോയി കണ്ടു, ജില്ലാ പഞ്ചായത്ത് മെമ്പറെ കണ്ടു, പഞ്ചായത്തിലെ അധികാരികളെ പോയി കണ്ടു. ഇതൊന്നും കണ്ടിട്ടൊന്നൊരു ഇതില്ല. പാസ്സായി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരുന്നില്ല. എന്താണെന്നറിയില്ല. ഇതിന്റെ ഒക്കെ ഒരു ഓർമ്മ വെച്ചതിന് ശേഷം ഇവിടെ ടാറിങ് നടന്നിട്ടുണ്ട്. പിന്നെ ഒരു പാച്ച് വർക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഇനി എലക്ഷൻ ആവുമ്പോ ഓരോ വികസനം വന്നു, ഫണ്ട് വന്നു, പാസ്സായി, അത് ഇത് പറഞ്ഞിട്ട് ഇതിന് മുന്നത്തെ ഇലക്ഷൻ വന്നു 45 ലക്ഷം അതിന്റെ ഒരു ഫ്ലക്സ് വെച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോ ഒരു വർഷത്തിന് മുകളിലായി. എന്നിട്ടും ഇപ്പൊ അതിനെ കുറിച്ചിട്ട് ഒരു ഇതില്ല. ഇപ്പൊ ഇലക്ഷൻ വന്നപ്പോഴും ഇപ്പൊ ഫണ്ടുകൾ പാസ്സായി, അത് പാസ്സായി, ഇത് പാസ്സായി എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇങ്ങോട്ടൊരു ഒന്നും വരുന്നില്ല. അപ്പൊ അങ്ങനത്തെ പ്രയാസങ്ങൾ. പിന്നെ ബസ്സിൽ ആൾക്കാർ ഇതുകൂടി പോക്ക് കുറവാണ്. ബസ് കമ്മിയാണ്, കുറെ ഒഴിവായി ബസ്സുകൾ. അങ്ങനത്തെ ഓരോ വിഷയങ്ങള്. പിന്നെ ഇപ്പൊ നമ്മളെ MLA ഉണ്ട്. MLA നമ്മൾ ഈ റോഡിൽ കൂടെ ഒരു ഇലക്ഷന്റെ ടൈമായി ഈ ഒരു വഴിക്ക് ഇവിടുന്ന് ഈ ശാന്തിനഗർ മുതൽ കാവമ്പുറം വരെ ആളിത് കൂടി ഒന്നും കൂടി പോട്ടെ. അപ്പോഴേ നമുക്ക് ഇതിനെ കുറിച്ചിട്ട് ആൾക്ക് തന്നെ അറിയാൻ പറ്റുള്ളൂ. ആൾ ഈ വഴിക്ക് വരികയില്ല. നേരെ അങ്ങനെ പോകും. CK-പാറ വരും, മനക്കൽപ്പടി അപ്പുറം, പിന്നെ വലാർത്തുപടി അപ്പുറം, തിണ്ടലം, അങ്ങനെ പോകും. ഈ റോഡിനൊന്ന് വന്നിട്ട് ഇതൊന്ന് കാണട്ടെ. കണ്ടാലല്ല നമുക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. റോഡിനെ കുറിച്ച് പറയാച്ചാൽ വളരെ മോശം തന്നെ ഇപ്പോഴത്തെ അവസ്ഥ ഉള്ളത്. ഏതായാലും വരുന്ന ഇലക്ഷനിൽ ശരിയാവുന്നൊക്കെയാണ് നമ്മുടെ MLA പറഞ്ഞിട്ടുള്ളത്. ആ ഒരു പ്രതീക്ഷയിലുള്ളത്. ചിലപ്പോ ബൈക്ക് യാത്ര വളരെ മോശം തന്നെയാണ്. എല്ലാ യാത്രക്കാർക്കും വളരെ ബുദ്ധിമുട്ടാണ് ഇതിലൂടെ പോകാൻ. ഇപ്പൊ നമ്മുടെ കാവുമ്പുറത്ത് പോവാണെങ്കിൽ തന്നെ വളഞ്ഞു തിരിഞ്ഞ് ഇതിലൂടെയൊക്കെ പോണത്. CK-പാറ പോയിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ പോകണം. അത്രയും ബുദ്ധിമുട്ടാണ് യാത്ര ചെയ്യാൻ. ഒരു ബസ് പോകാൻ മെനക്കാറുണ്ട. പിന്നെ ഈ വണ്ടിക്കാർ, ചെറുകിട വണ്ടിക്കാരൊക്കെ ഇല്ല. ഈ കുണ്ടും കുഴി കൂടെ എങ്ങനെ പോകും? റോഡ് ഏകദേശം 35 വർഷമായി ഒരു അധികാരികളും ഇതിക്ക് തിരിഞ്ഞു നോക്കാണ്ട് വല്ലാത്ത അവസ്ഥയാണ് ഇതിന്. ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് നടന്നു പോകാൻ പോലും കഴിയാത്ത അത്രക്കും ദയനീയമായ ഒരു അവസ്ഥ തന്നെ. പിന്നെ ഇതിൽ കൂടെ ഒരുപാട് ബസ്സുകൾ ഓടിയിരുന്നു. ആ ബസ്സുകളിൽ ഇപ്പോൾ ഒരുപാട് എണ്ണം നിർത്തിവെച്ചു. പിന്നെ സ്കൂൾ കുട്ടികൾ കൊണ്ടുപോകുന്ന ബസ്സുകൾ മുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കുറെ എണ്ണം ഇങ്ങനെ ചീത്ത പറഞ്ഞാൽ പോകുന്നുണ്ട്. ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് പോവാന്, കുട്ടികൾക്ക് പോവാന്, വയസ്സായ ആളുകൾക്ക് പോവാനും ഒക്കെ പ്രയാസമാണ്. ഇത് വേണ്ടത് എന്താ വെച്ചാല് ഇത് നാട്ടുകാരായ ആളുകൾ ഇങ്ങനെ നിലവിളി കൂട്ടാന്നല്ലാണ്ട് അധികാരികളാണ് ഇതിന് ശ്രദ്ധിക്കേണ്ടത്. അധികാരികളെ കൊണ്ട് ശ്രദ്ധിപ്പിക്കലും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കലും നാട്ടിലെ പ്രാദേശിക നേതാക്കന്മാരുടെ ഒരു ചുമതലയാണ്. അവരിങ്ങനെ ഒരു ഉറങ്ങിക്കിടക്കുന്ന കോലത്തിൽ എന്ത് പറഞ്ഞാലും ശരിയാവും, ശരിയാവും ഇങ്ങനെ പറയാന്നല്ലാണ്ട് അങ്ങനെ ശരിയായി വരുന്നില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്താ കാട്ടുക? ഇപ്പോ എല്ലാവരും പാടെ പിന്നെ കുറെ നിവേദനം അവിടെ കൊടുത്തു, ഇവിടെ കൊടുത്തു, എല്ലാം പാടെ ആയിട്ട് ഇപ്പോ 5 കോടി പാസ്സായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ഒരു വർഷമായി പാസ്സായിട്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ഒരു ടെൻഡർ എടുക്കലോ അല്ലെങ്കിൽ പണി തുടങ്ങാനുള്ള ഒരു ആരംഭമോ ഒന്നുമില്ല. ഇപ്പോ ഇലക്ഷൻ ആകുമ്പോ വോട്ട് ചോദിക്കാൻ വരുമ്പോ ആരാണോ നിൽക്കുന്നത് അവരോടൊക്കെ നമ്മൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ശരിയാക്കും പോലും പറയുന്നുണ്ട്. ഞങ്ങളിങ്ങനെ വിശ്വസിച്ച് നടക്കുന്നുണ്ട്. MLA ഇപ്പോ ഞങ്ങളെ സ്ഥലം MLA ആണ് വീണ്ടും ഇവിടെ മത്സരിക്കാൻ നിൽക്കുന്നത്. അപ്പൊ അയാള്
വന്നാലും വന്നില്ലെങ്കിൽ ഈ ഏരിയയിലേക്ക് വന്നാലും വന്നില്ലെങ്കിൽ ജയിക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായതിന്റെ പേരിലാണോ അറിയില്ല. ഞങ്ങളുടെ ഈ എടയൂർ പഞ്ചായത്തിന്റെ 20ാം വാർഡിന്റെ ഈ ഏരിയയിലേക്ക് ആൾ ഇതുവരെ എത്തിയിട്ടില്ല. വോട്ട് ചോദിക്കാൻ വരും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ഇതുവരെ കണ്ടിട്ടില്ല. ഇനി കാണോ എന്നുള്ളത് പറയാനും പറ്റില്ല. ഭയങ്കര പ്രയാസം തന്നെയാണ്. ഒരുപാട് കാലമായി ഇത് കച്ചറായി കെടുക്കൽ തുടങ്ങിയിട്ട് യാത്രക്കാർക്കും ബുദ്ധിമുട്ടാണ്, ബസ്സിനും ബുദ്ധിമുട്ട് തന്നെയാണ്. ഇതിൽ കൂടി പോകുന്ന യാത്രക്കാർക്ക് എല്ലാവർക്കും ഭയങ്കര പ്രയാസം തന്നെയാണ്. ഈ റോഡിന്റെ അവസ്ഥ ഇങ്ങനെ ആയിട്ട് യാത്ര ചെയ്യാൻ ഭയങ്കര പ്രയാസമുണ്ട്. സ്വന്തം വണ്ടിയിലായാലും ബസ്സിലായാലും യാത്ര ചെയ്ത് പോകാൻ ഭയങ്കര പ്രയാസം. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട്, പ്രയാസം. ഞാൻ ആദ്യമായിട്ട് പോവുകയാണ്, പക്ഷെ ഞാൻ ഈ റോഡൊന്നും കണ്ടില്ല. റോഡ് നല്ല പ്രയാസമുള്ള റോഡ് തന്നെയാണ്. വളരെ ബുദ്ധിമുട്ടാണ്. വണ്ടി എന്നും കംപ്ലൈന്റാ, ഫുള്ള് കംപ്ലൈന്റ് വണ്ടി, എന്നും കംപ്ലൈന്റ്, ഫുള്ള് കച്ചറ. ഒരുപാട് കാലമായത്. ബസ്സുകാരെ നമ്മള് കാടാമ്പന്നി കൊണ്ട് കയറ്റുമ്പോ ആൾക്കാരെ കേറുന്നില്ല, റോഡ് കച്ചറ തന്നെ. പിന്നെ നടുവേദന അതൊക്കെ വരുന്നുണ്ട് ഇതിൽ കൂടെ ഓടുമ്പോഴെല്ലാം. 22 കൊല്ലായി ഈ റോഡ് ഇങ്ങനെയാണ്. അപ്പൊ ഇനിയെങ്കിലും ഒന്ന് മാറ്റി കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഈ റോട്ടിൽ കൂടെ അങ്ങോട്ടും കിട്ടും. അപ്പൊ ഈ മോന് വയ്യാത്തൊരു കുട്ടിന് അന്ന് മുതൽച്ചാണ് ഈ റോഡ് ഇങ്ങനെ. ഗർഭിണികൾക്കും അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ പോകാൻ ബുദ്ധിമുട്ടായി ഈ റോട്ടിൽ കൂടെ. ഇത് നന്നാക്കി കണ്ടിട്ടില്ല ഞങ്ങൾ. ഇത് എടയൂർ പഞ്ചായത്താണ്. കാടാമ്പന്ന് ഈ ശാന്തിനഗർ വരെ മാറാക്കര, വളാഞ്ചേരി കക്കഞ്ചിറ അങ്ങാടി വരെ വളാഞ്ചേരി മുനിസിപ്പാലിറ്റി. ഈ 2 ഭാഗവും റോഡ് എല്ലാ കൊല്ലവും ക്ലിയറാ. ഇവിടെ നിങ്ങണ്ട് എടയൂർ പഞ്ചായത്ത് വാർഡാണ്. എന്നാൽ കരേക്കട ആ സൈഡിൽ എടയൂർ പഞ്ചായത്താ. അവിടെ എല്ലാ തവണയും റോഡ് ക്ലിയർ ആവണുണ്ട്, ഓക്കെ ഉണ്ട്. ഇത് 10-22 കൊല്ലമായിട്ട് ഈ റോഡ് ഇങ്ങനെ തന്നെയാണ്. ഇതിന്റെ ബുദ്ധിമുട്ട് കാരണം ഇവിടുന്ന് വണ്ടിയിൽ യാത്രക്കാരും കയറുന്നില്ല. കയറിയോലെ തന്നെ ഞങ്ങളുടെ ആ കാടാമ്പ സ്റ്റാൻഡിൽ എത്തുന്ന വരെ ഫുള്ള് തരിക, ഫുള്ള് അനാവശ്യങ്ങളാണ്. നിങ്ങൾ ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുപോകണോ, എവിടേക്കാണ് ഈ കൊണ്ടുപോകണത്, അത് വേറെ. മുതലാളിമാർക്ക് ഒരു കണക്ക് നല്ല പോലെ കൊടുക്കാൻ വയ്യ. കാരണം എന്ന് വെച്ചാൽ എന്നും ഓവർ എക്സ്പെൻസാ, എന്ന് വണ്ടിക്ക് മെയിൻ്റനൻസ് ആണ്. ടയർ പൊട്ടിയിട്ടും ലീഫ് പൊട്ടിയിട്ടും പറിച്ചു പൊട്ടിയിട്ടും ഫുള്ള് ബുദ്ധിമുട്ടാണ് വണ്ടിയുടെ. പിന്നെ അങ്ങനെയൊക്കെ പാടെ ഓടിയെത്തി ഞങ്ങൾക്ക് വൈകുന്നേരം കൂലിയില്ല, ഈ ഓട്ടം മാത്രം. ഈ വണ്ടിക്ക് 5 ചാലാണ് ഈ റോട്ടിൽ കൂടെ. അങ്ങനെ പല വണ്ടികള് പല റൂട്ടിൽ കൂടെ ഓരോ ട്രിപ്പായിട്ടുണ്ട്. ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ ഒരു റോട്ടിക്ക് ഈ ഒരു ചാല് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടോ, പ്രത്യേകിച്ച് അവന്റെ കാര്യം. ഈ ക്ലച്ചും ഈ കാലും ഇങ്ങനെ നിൽക്കല്ലേ. 5 ചാലാണ്, 1-2 ചാലല്ല. റോഡ് എന്ന് പറഞ്ഞാല് ഭയങ്കര ഒരു കഷ്ടമാണ് യാത്ര ചെയ്യാന്ന് പറഞ്ഞാല്. നമ്മള് ഡെയിലി ജോലിക്ക് പോകണതല്ല, അപ്പൊ രാവിലെ വൈകിട്ടും യാത്ര ചെയ്യുമ്പോ അപ്പൊ റോഡ് നല്ല മോശമായ കാരണം ബസ്സുകാർ തന്നെ ഓടുന്നില്ല എന്നുള്ള കാരണം പറയുന്നുണ്ട്. അപ്പൊ അത് നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ ജോലിക്ക് പോണതല്ല, അപ്പൊ ഇതിനുള്ള റോഡ് നന്നാക്കി എടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്തായാലും അധികാരികളെ ഇതിൽ ശ്രദ്ധയിൽ പെടണം. ഇതിന് ഒരു തീരുമാനം എന്തായാലും ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഈ ചെറിയ റോഡുകളിലൂടെ ഒക്കെ പോകാൻ പറ്റിയ 4 വീലറിനേക്കാളും പോകാൻ പറ്റിയ ചെറിയ വണ്ടികളാണ്. അപ്പോൾ ചെറിയ കുഴികളൊക്കെ ആണെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് പോവാം. പക്ഷെ ബൈക്കിന് പോലും നേരെ പോലെ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. കാലങ്ങൾ കുറെ ആയി ഇതിങ്ങനെ ഈ അവസ്ഥയിൽ കിടക്കുന്നത്. ഇപ്പോൾ ഇവിടെ ജനപ്രതിനിധിയായിട്ട് MLA ആയിട്ട് ഉള്ള തങ്ങള് സാധാരണ അപ്പുറത്തെ ഭാഗത്തേക്കൊക്കെ ആള് വരാറുണ്ട്, കല്യാണങ്ങൾക്കൊക്കെയാണ് സാധാരണ കാണാറ്. പക്ഷെ ഇവിടെ അതിന് പോലും ഒന്ന് വരാറില്ല. നമുക്ക് കാര്യങ്ങൾ പറയണമെങ്കിലോ MLA ഒരു പ്രാവശ്യം ഈ റോഡിലൂടെ ഒന്ന് യാത്ര ചെയ്തിട്ട് മറ്റേ വോട്ട് ചോദിക്കേണ്ടതാണ്. അപ്പോഴേ ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമപ്രദേശമാണ്. അധികം ആൾക്കാരും ഈ ബസ്സിനൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. അപ്പൊ ഇതിലൂടെ ഇപ്പൊ ആദ്യമൊക്കെ ബസ് റൂട്ടുകൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ വെട്ടിക്കുറച്ച് വളരെ കുറച്ച് റൂട്ടുകൾ മാത്രമേ ഉള്ളൂ. ബസ്സുകൾ പുതിയത് ഇറക്കുമ്പോഴത്തിന് 1-2 ദിവസം കൂടുമ്പോഴത്തിന് പണിയാവുന്ന രീതിയാണ് അവർ പറയുന്നത്. അതുപോലെ ഇപ്പൊ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് അവര് റൂട്ട് നിർത്തുന്നുണ്ട്. അപ്പൊ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് കംപ്ലൈന്റ് ഒക്കെ കൊടുത്തിട്ടാണ് അവര് നിർബന്ധപൂർവ്വം ഓടുകയാണ്. അങ്ങനെയുള്ള അവസ്ഥയിലൂടെയാണ് പോകുന്നത്. അപ്പൊ ഇതിനൊക്കെ എന്തായാലും ഒരു മാറ്റം വരണം. മനസ്സിലുണ്ടോ? MXലുണ്ട്. MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി.